ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് വിൻസി. ഞാൻ കൂരാശുണ്ടെന്ന് വരുന്നു. കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി ഞാനിവിടെ വൺ ഡേ കൺവെൻഷന് വന്നിരുന്നു. അന്നൊരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. 4 കാര്യങ്ങൾക്ക് അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു, ലഭിച്ച 4 അനുഗ്രഹങ്ങൾക്ക്. പിന്നെ ഞാൻ അന്ന് അവിടെ നമ്മുടെ വാർഡിലിങ്ങനെ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ക്രീനിങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, എൻ്റെ റൈറ്റ് സൈഡിൽ ബ്രസ്റ്റിലൊരു ചെറിയ മുഴയുണ്ട്, അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യണം, പോയി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ നമ്മളത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആകെ ഒരു വിഷമം. അപ്പോൾ ഞാൻ മാർച്ച് 1-ന് അറിഞ്ഞു, മാർച്ച് 8-ന് ഇവിടെ വന്ന് ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പോയി സ്കാൻ ചെയ്തു, ടെസ്റ്റുകൾ നടത്തി, 2 ഡോക്ടർമാരെ കാണിച്ചു. അപ്പം 10-ാമത്തെ ഞാനന്ന് 33 ദിവസം നിയോഗം വെച്ച് അത്ഭുത ജമാല കൂടിക്കൊണ്ടിരുന്നു. 10-ാം ദിവസം അച്ഛൻ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു, ബ്രസ്റ്റിലൊരു മുഴയുള്ള ഒരു അധ്യാപികയോട് അത് ക്യാൻസർ അല്ല എന്ന് കർത്താവ് പറയുന്നു, പേടിക്കേണ്ടെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു ഓർമ്മ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് എനിക്കായിരിക്കും എന്നോർത്ത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, പ്രശ്നമില്ല, അതൊരു ഫാറ്റ് ഇങ്ങനെ വന്നു കൂടിയതാണ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് അത്ഭുത ജമാലയോടിൽ അങ്ങനെ എനിക്കൊരു അനുഗ്രഹം കിട്ടി. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു സാക്ഷ്യം, എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു. എവിടെ ചില്ലിൻ്റെ കുപ്പി, എവിടെ ബ്രാൻഡ് കുപ്പി എന്ത് കണ്ടാലും ഞാൻ എടുത്തുകൊണ്ട് പോകും. സ്കൂട്ടിക്ക് പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരും ഇല്ലെന്ന് കണ്ടാൽ ഞാനത് വണ്ടിയിൽ എടുത്ത് വെച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് അതിങ്ങനെ ഓരോ പെയിൻ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഞാൻ അതിൽ ചെടികളെല്ലാം വെച്ച് ഇങ്ങനെ സൂക്ഷിക്കും. അപ്പോൾ ആദ്യം ഞാൻ വാടക വീട്ടിൽ നിന്നപ്പോൾ തൊട്ട് ഞാൻ കളക്ട് ചെയ്തു, വീട് പണിയുമ്പോൾ അവിടെ വെക്കാൻ വേണ്ടി. ഏകദേശം ഒരു 10-40 കുപ്പിയോളം ഉണ്ടായിരുന്നു. രാത്രി ഹസ്ബൻഡും പിള്ളേരെ കുറേ കഴിയുമ്പോൾ ഞാൻ ഇതെല്ലാം ഇരുന്ന് പെയിൻ്റ് അടിച്ച് ഇങ്ങനെ ഭംഗിയാക്കി സൂക്ഷിച്ചു. പുതിയ വീട് പണിതു, ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഈ അത്ഭുതന്മാരെ പലരും സാക്ഷ്യം പറയുന്നു, കുപ്പിയെടുത്ത് മാറ്റി അന്നേരം ഇങ്ങനെ അലർജി മാറി, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ എനിക്ക് 3-4 വർഷമായിട്ട് അലർജി ഉണ്ട്. രാവിലെ കട്ടിലേന്ന് എണീറ്റ് അപ്പം തുടങ്ങും, തുമ്മൽ തുടങ്ങും. ആദ്യം ഹോമിയോ മരുന്ന് മേടിച്ചു, ഇംഗ്ലീഷ് മരുന്ന് മേടിച്ചു, എന്നിട്ടൊന്നും ഈ അലർജി മാറുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു എല്ലാവരും എടുത്ത് മാറ്റുന്നില്ലേ, മനസ്സോടെ ഞാൻ 2ഉം കൽപ്പിച്ച് ഈ കുപ്പികളെല്ലാം എടുത്ത് ഹരിതകർമ്മസേനയ്ക്ക് ചാക്കി കെട്ടി ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ അലർജി തീർത്ത് മാറി. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല, തുമ്മലില്ല, ഒന്നുമില്ല. പിന്നെ 3-ാമത് എനിക്ക് ലഭിച്ച അനുഗ്രഹം, വീട്ടിൽ പുതിയ വീട് പണിത് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കറുത്ത വണ്ട്, അത് സന്ധ്യ ആയി കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കാണിയല്ല, സന്ധ്യയായി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെരയ്ക്കകത്തല്ല ഈ കറുത്ത വണ്ട, ഓലപ്രാണി പോലത്തെ. അത്ഭുത ജമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സച്ചൻ വിളിച്ച് പറഞ്ഞു, കറുത്ത വണ്ടിൻ്റെ ശല്യം വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുന്നുവെന്ന്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് ഞാനിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി വീടിനെ ചുറ്റും ഇട്ടിട്ട് ഇനി വണ്ട് വരല്ലേ ദൈവമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടിരുന്നു. എന്തായാലും അത്ഭുത ജമാല ഈ 2 മാസത്തിനുള്ളിൽ അതും ഇപ്പോൾ വണ്ട് വരുന്നില്ല, ആ ഒരു പ്രശ്നവും മാറിക്കിട്ടി. അങ്ങനെ 3 അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേ പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇല്ലാതാവും. പിന്നെ ഗ്യാസ് പോലെ ഇങ്ങനെ ആക്ഷൻ ഉണ്ടാവും, സൗണ്ട് ഒട്ടും വരില്ല. അപ്പോൾ അത് ഒക്ടോബറിൽ ആദ്യം വന്നു. അന്ന് മരുന്ന് മേടിച്ചു, 2 ആഴ്ച ആൻറ്റിബയോട്ടിക് കഴിച്ചു, ശരിയായി. പിന്നെ അത് 1 മാസം കഴിഞ്ഞ് പിന്നെയും വന്നപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ഇഞ്ചക്ഷൻ വെച്ചു, സൗണ്ട് തിരിച്ച് വരാൻ വേണ്ടി ഇഞ്ചക്ഷൻ വെച്ചു. അന്നേരം എനിക്ക് പിന്നെ പേടിയായി, ഇതെന്തൊരു കഷ്ടം. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇതെന്താ ഡോക്ടർ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരു കാരണവുമില്ല, ഇൻഫെക്ഷൻ ആയിരിക്കും, നമുക്ക് സൗണ്ട് റെസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മാർച്ച് ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഫെബ്രുവരി 4-ാം തീയതി വീണ്ടും ഇങ്ങനെ രാത്രി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ സൗണ്ട് അങ്ങ് പോയി. അന്ന് ഞങ്ങൾ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ ഇടയ്ക്ക് വെച്ചായിരുന്നു, ഹസ്ബൻഡിനും വിഷമായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണവും കഴിച്ചില്ല അന്ന്. എന്താ ഇതിന് കാരണമെന്നും അറിയത്തില്ല, സൗണ്ട് ഇങ്ങനെ അങ്ങ് തന്നെ ഓഫായി പോവുക. അപ്പോൾ 2-3 ദിവസം അതും ഡോക്ടറോട് വെച്ച്, ഡോക്ടർ ഇതുപോലെ തന്നെ 12 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് ഇറന്നു, കാരണം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ മാർച്ചിൽ ഇവിടെ കൺവെൻഷന് വന്നപ്പോൾ എനിക്ക് പേടി. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യവും പറഞ്ഞു, എൻ്റെ ഈശോയെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു കാരണം ആരോട്ട് പറയുന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ഉറക്കം സ്തുതിക്കാൻ പറയുമ്പോഴും എനിക്ക് പേടിയാണ്, തിരിച്ച് ചെല്ലുമ്പോൾ സൗണ്ട് ഇല്ലാതാണോ വീട്ടിലേക്ക് ചെല്ലുക. അന്നൊരു സൗണ്ടിന് ചെറിയ പ്രശ്നത്തോടു കൂടി ഇവിടെ വന്നതും. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഈ അത്ഭുത ജമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, സൗണ്ടിന് പ്രശ്നമുള്ളവർക്കൊക്കെ കർത്താവ് ശബ്ദം ശരിയാക്കി കൊടുക്കുന്നു, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉള്ളവർ അത് പറഞ്ഞ് അത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ കാര്യവും എൻ്റെക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എൻ്റെ സൗണ്ട് നല്ല ക്ലിയർ ആയി. മാർച്ച് 8-ന് വന്ന ആ ഒരാഴ്ചയും കൊണ്ട് അത് ക്ലിയർ ആയി. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. കാര്യങ്ങളുടെ നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. എന്തൊരു വലിയ സൗഖ്യങ്ങൾ ഓരോരുത്തർ പറയണേന്നറിയോ.